ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടെക് ആർട്ട് വ്ലോഗ് സഫാരി. നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു അടിപൊളി ഹാങ്ങിങ് ലൈറ്റാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതും വളരെ കുറഞ്ഞ ചിലവിൽ 10 രൂപയുള്ളൂ ഈ സംഭവം ചെയ്തെടുക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. നിങ്ങളൊന്ന് കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാവുന്ന കേസുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ 3-4 ഷീറ്റ്സ് ഓഫ് കളർ പേപ്പേഴ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് തെർമോക്കോൾ കട്ടറാണ്. നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട ഇത് ചെയ്യാനായിട്ട്, വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. സ്കെയിലും പെൻസിലും എടുത്തിട്ടുണ്ട്, ഒന്ന് അളക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തുടങ്ങാം. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ ക്രിസ്മസ് സീരീസിൽ ഏതെങ്കിലും വീഡിയോസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം, എല്ലാവരും കയറി നോക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ബോണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. 6 ഇഞ്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. 6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അതിൻ്റെ ഹൈറ്റായിട്ട്, അതിൻ്റെ വിഡ്ത്തായിട്ട് നമ്മൾ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മളപ്പോൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അളവ് ഒന്നുകൂടി പറയാം. 6 ഇഞ്ച് താഴേക്കും അതുപോലെ തന്നെ വിട്ടായിട്ട് 5 ഇഞ്ചാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കത് കൂട്ടി യോജിപ്പിച്ചൊരു ബോക്സ് ആയിട്ട് വരയ്ക്കാം. ഇത് ചെയ്യുന്നതിന് നമ്മൾ ടെംപ്ലേറ്റ് ഉണ്ടാക്കി ആ ടെംപ്ലേറ്റ് അനുസരിച്ച് കട്ട് ചെയ്താണ് നമ്മൾ ഈ നമ്മുടെ ഹാങ്ങിങ് ലൈറ്റ് ചെയ്യുന്നത്. അതിനായിട്ടാണ് നമ്മൾ ഈ ബോക്സൊക്കെ വരയ്ക്കുന്നത്. ബോക്സ് വരച്ചതിൽ നമ്മൾ 1 ഇഞ്ച് വീതം വിട്ട് നമ്മൾ വരയ്ക്കുകയാണ് സ്ക്വയർ ബോക്സസ് വരയ്ക്കാനായിട്ട്. നമ്മളപ്പോൾ 1 ഇഞ്ച് നീളവും 1 ഇഞ്ച് വീതിയുമുള്ള സ്ക്വയേഴ്സാണ് ഇവിടെ വരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ടെംപ്ലേറ്റ് വരയ്ക്കാം. അതിനായിട്ട് താഴേന്ന് ഞാനിപ്പോൾ പറയുന്നതിൽ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന പോലെ തന്നെ ഒരു സൈഡിൽ നിന്ന് 2 ഇഞ്ചിൽ വെച്ച് വരയ്ക്കുക, മറു സൈഡിൽ നിന്ന് 1 ഇഞ്ചിലും സ്റ്റാർട്ട് ചെയ്യുക. അത് തമ്മിൽ നമ്മൾ 3 ഇഞ്ച് അല്ലെങ്കിൽ 3.5 ഇഞ്ചസിൽ വെച്ച് നമ്മളത് കൂട്ടി യോജിപ്പിച്ചൊരു ഒരു ഓവൽ ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കോൺസെൻട്രേഷൻ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ഹാങ്ങിങ് ലൈറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 3 ഇഞ്ചിൽ തുടങ്ങി താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. കൂട്ടി യോജിപ്പിക്കരുത്, ഈ വീഡിയോയിൽ കാണുന്ന പോലെ വേണം വരയ്ക്കാനായിട്ട്. 2 സൈഡിൽ നമ്മളത് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ ഒരറ്റം ഒരു ലോക്ക് പോലെ നമ്മൾ ചെറുതായിട്ട് അകത്തേക്ക് വരച്ച് ചെയ്യുന്നുണ്ട്. മറ്റേ അറ്റമാണെങ്കിൽ കൂർപ്പിച്ചാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. ഇത് നമ്മൾ ഈ ഹാങ് ലൈറ്റ് ചെയ്യുന്ന ഒരു ലോക്ക് ആൻഡ് കീ പാറ്റേണിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മളിത് ഇത് വെച്ച് കറക്റ്റായിട്ട് നമ്മൾ ഓരോന്ന് വെച്ച് ലോക്കും കീയും പോലത്തെ തന്നെയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഹാങ് ലൈറ്റ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ടാണ് നമ്മൾ ഈ ടെംപ്ലേറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറു സൈഡിലും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നമ്മളപ്പോൾ നമ്മുടെ ടെംപ്ലേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന 3-4 കളർ ഓഫ് ഷീറ്റ്സാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കിതിന് ഇങ്ങനത്തെ ടെംപ്ലേറ്റ് നമുക്ക് 15 എണ്ണമാണ് ഈ ഹാങ് ലൈറ്റ് ചെയ്യാനായിട്ട് ആവശ്യം. അപ്പോൾ അതനുസരിച്ചുള്ള പേപ്പർ നിങ്ങൾ എടുക്കണം. ഇതിപ്പോൾ A4 സൈസിലുള്ള പേപ്പറാണ്. ഇതിന് ഏകദേശം ഒരു പേപ്പറിന് 1.5-2 രൂപ റേഞ്ച് ഉള്ളൂ. ഇപ്പോൾ A4 സൈസുള്ള പേപ്പറാണ്. എത്ര ടെംപ്ലേറ്റ് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ ഇതിനകത്ത് 2 ടെംപ്ലേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ ആ ടെംപ്ലേറ്റ് വെച്ച് വരച്ച് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിപ്പോൾ ഒരുമിച്ച് ഒരു 4 പേപ്പർ കൂട്ടി വെച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ പല കളറിൽ ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത്. വെള്ള കളറിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ബോണ്ട് പേപ്പർ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ 5 കളർ ഓഫ് ഷീറ്റ്സാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചെയ്യുമ്പോൾ ആദ്യം ഒരു കളർ എടുക്കാം. അതിൽ നമ്മൾ പറഞ്ഞില്ലേ ലോക്ക് ആൻഡ് കീ പാറ്റേണാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ കൂർത്ത ഭാഗമല്ല, അല്ലാത്ത ഭാഗം തമ്മിൽ നമ്മൾ യോജിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ ടെംപ്ലേറ്റ് മടക്കി കൂർത്ത ഭാഗത്തോട് തന്നെ യോജിപ്പിക്കുന്നു. അടുത്ത കളർ ഓഫ് ഷീറ്റ് എടുത്തിട്ടും സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ ചെയ്യുന്നു.
ഈ 5 കളേഴ്സ് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മൾ 5 കളർ ഓഫ് ഷീറ്റ്സും അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിലൊരു 5 പെറ്റൽസ് ഉള്ളൊരു ഫ്ലവർ പോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയറിന് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബാക്കി വരുന്ന പോർഷൻസ്, അതായത് അടുത്ത സെറ്റ് ഓഫ് ലെയർ വരുന്നതിനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ 2 കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കളറും കൂടെ നമ്മൾ ഈ സെയിം പറഞ്ഞ പാറ്റേണിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഈ ആദ്യം പറഞ്ഞ പാറ്റേൺ തന്നെയാണ് അവിടെയും ഫോളോ ചെയ്യുന്നത്. കൂർത്ത ഭാഗം തമ്മിൽ യോജിപ്പിച്ചും മറ്റേ ലോക്ക് പോലത്തെ ഒരു ഇതായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ അങ്ങനെയും വെച്ചാണ്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു 3 ഇതളുകളുള്ള ഒരു ഫ്ലവർ പോലത്തെ ഇതാണ് കിട്ടുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേജും പൂർത്തിയായി എന്ന് പറയാം. അതിലപ്പോൾ 3 ഇതായിട്ടുള്ള ഇതളുകളുള്ള പെറ്റൽസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ ഒന്നുകൂടെ ചെയ്യുകയാണ്. ഏറ്റവും ഫസ്റ്റ് ചെയ്തില്ലേ 5 കളേഴ്സ് ഒരുമിച്ച് വയ്ക്കുന്ന ആ സെയിം പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യുന്നു. ആ പ്രൊസീജിയർ സെയിം തന്നെയാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കപ്പോൾ 5 പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവറായിട്ട് കിട്ടും അത്. അപ്പോൾ നമ്മുടെ 2 സ്റ്റേജും കഴിഞ്ഞു. ഇനി 3ാമത്തെ സ്റ്റേജിലേക്ക് പോകാം. അതിൽ നമ്മൾ ഈ ചെയ്ത് വെച്ച് രണ്ടും തമ്മിൽ യോജിപ്പിക്കുവാണ്. സെൻറ്ററിൽ 5 പെറ്റൽസും ചുറ്റും വീണ്ടും 3 പെറ്റൽസ്. അപ്പോൾ ഇതിൽ രണ്ടാമത്തേലും അങ്ങനെ തന്നെ വരുന്നത്. രണ്ടാമത്തേതിലേക്ക് വരുമ്പോൾ സെൻറ്ററിൽ 5 പെറ്റൽസ് തന്നെ, ബാക്കിയുള്ള പെറ്റൽസ് നമ്മൾ ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സെൻറ്ററിൽ നമ്മൾ ഒന്ന് കുറച്ച് പശ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വിട്ട് പോകാണ്ടിരിക്കും. നമ്മൾ ചെയ്യുമ്പോൾ ഇത് പേപ്പറിലല്ലേ ചെയ്യുന്നത്. നമ്മളിപ്പോൾ വേറെ അധികമൊന്നും നമ്മൾ പശ തേച്ചില്ല എന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല, എന്നാലും വിട്ട് പോകുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അത് വിട്ട് പോകാതിരിക്കാനായിട്ട് കുറച്ച് പശ തേക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്കപ്പോൾ ആ ചെയ്ത് വെച്ചിരിക്കുന്ന വലിയ ഇതിനകത്ത് നമ്മൾ ഇനിയിപ്പോൾ 3 ഇതളുകളുള്ള ഒരു പൂ പോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് 4 പെറ്റൽസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്കിയുള്ള നമ്മൾ ആദ്യം പറഞ്ഞ സെയിം ഇത് തന്നെയായിട്ട് പോകുന്നത്. ലോക്ക് ആൻഡ് കീ പാറ്റേണിൽ തന്നെയാണ് പോകുന്നത്. കൂർത്തത് തമ്മിൽ കൂർത്തതും അല്ലാതെ ഉള്ളത് തമ്മിൽ അങ്ങനെ ഫിക്സ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ 3 പെറ്റൽസിൻ്റെ അടിഭാഗത്ത് വരുന്നത് വീണ്ടും 4 പെറ്റലാണ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഫിക്സ് ചെയ്യാനായിട്ട്. അതിലെ 3 പെറ്റൽസ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ച ഏറ്റവും വലിയ പോർഷനിൽ തന്നെയാണ് 3 പെറ്റൽസ് വരുന്നത്. മറ്റേ 4ാമത്തെ പെറ്റൽ വരുന്നതിനകത്ത് അത് വരുന്നത് നമ്മൾ ഈ ചെയ്ത് വെച്ചിരുന്ന ചെറിയ ഇത് ഫിക്സ് ചെയ്യുമ്പോഴാണ് അത് ഫുള്ളായിട്ട് ഫിക്സ് ആയിട്ട് വരത്തുള്ളൂ. നമുക്കപ്പോൾ ഇതൊക്കെ ചുമ്മാ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ചെയ്യുമ്പോൾ ഇനി പറഞ്ഞു പോതിരിക്കാനായിട്ട് ഗ്ലൂ ചെയ്യുമ്പോൾ നിങ്ങൾ ഫുള്ളായിട്ടുള്ള ഗ്ലൂ ചെയ്യരുത്. ആ 3 പെറ്റൽസ് കഴിഞ്ഞിരിക്കുന്നത് മാത്രം ഗ്ലൂ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓരോ സെറ്റ് ഓഫ് പെറ്റൽസ് കഴിയുമ്പോഴും അത് കുറച്ചും കൂടി ബൾജി ആയിട്ട് വരുന്നുണ്ടായിരിക്കും, നിങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി നമ്മൾ ചെയ്ത് വെച്ച ചെറിയ പാർട്ട് നമ്മൾ അതിനകത്തേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഫിക്സ് ചെയ്യുമ്പോൾ ഓരോ ഇതിൽ വെച്ച് 4 പെറ്റൽസും പിന്നെ 3 പെറ്റൽസും ആയിട്ടാണ് വരുന്നത്. ഇതിൽ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് എന്ന് പറയാനും പറ്റില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. നമ്മളപ്പോൾ എല്ലാത്തിനും ഗ്ലൂ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടോ 4 പെറ്റൽസ് ആയി കഴിഞ്ഞില്ലേ, അതിൻ്റെ തൊട്ടിപ്പുറം വരുന്ന 3 പെറ്റലാണ്, അടുത്ത 4 പെറ്റലായിട്ട് വരും. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ 4 പെറ്റൽ ചെയ്യുന്നതും ആദ്യം പറഞ്ഞ സെയിം പാറ്റേൺ തന്നെയാണ് പോകുന്നത്. ആ കൂർത്ത ഭാഗമല്ലാത്തത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിലങ്ങനെ 4 പെറ്റലായി. അപ്പോൾ അടുത്ത അതിൻ്റെ ടെംപ്ലേറ്റിൻ്റെ കൂർത്ത ഭാഗം കൊണ്ട് വരുന്നതിൽ 3 പെറ്റൽ. നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. ആ കൂർത്ത ഭാഗം വരുന്നതിൽ ഇനി 3 പെറ്റലാണ് വരുന്നത്, അല്ലാത്ത ഭാഗം വരുന്നതിൽ 4 പെറ്റൽസ് വെച്ചാണ് പോകുന്നത്. ഇതിപ്പോൾ നോർമൽ സ്പീഡിലാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്, അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 4 പെറ്റൽസാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ കൂർത്ത ഭാഗം അല്ലാത്ത ഭാഗമാണ് ക്ലിപ്പ് ചെയ്ത് 4 പെറ്റൽ ചെയ്യുന്നത്.
കൂർത്ത ഭാഗം വെച്ച് 3 petals ആണ് വരുന്നത്. നമ്മളിപ്പോൾ ആ 4 petal ചെയ്ത് നമ്മൾ ഗ്ലൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനിപ്പോൾ ഇളകി പോകാതിരിക്കാനായിട്ട്. നമുക്കപ്പോൾ അതുപോലെ തന്നെ ബാക്കിയെല്ലാം ഫിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഹാങ്ങിങ് ലൈറ്റിൻ്റെ ഒരു രൂപത്തിലേക്ക് വരുന്നുണ്ട്. പിന്നെ ക്രിസ്മസ് സീസണൊക്കെ ആയതുകൊണ്ടാണ് ഇനി നമ്മളൊരു ഹാങ്ങിങ് ലൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മുടെ സ്റ്റാർസിൻ്റെ കാലമൊക്കെ പോയി, അത് കഴിഞ്ഞിപ്പോൾ ഇങ്ങനത്തെ ഓരോ ലൈറ്റിൻ്റെ കാലങ്ങളാണ് വരുന്നത്. നമ്മളപ്പോൾ അത് ചെയ്തെടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് കവർ ചെയ്തു. നമ്മളപ്പോൾ ഒരു ചെറിയൊരു ഇത് വിട്ടിട്ടുണ്ട്, ലാസ്റ്റത്തെ ആ പോർഷൻ വിട്ടിട്ടുണ്ട്. നമ്മളപ്പോൾ അതിനകത്ത് നമ്മുടെ ഹോൾഡറും ലൈറ്റും കൂടി ഫിക്സ് ചെയ്യുന്നതിനായിട്ടാണ്. ഇവിടെ സാധാ ഒരു ഹോൾഡറാണ് എടുത്തിരിക്കുന്നത്. ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ ഹോൾഡർ ഫിക്സ് ചെയ്യണം. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റത്തേത് നിങ്ങൾ ഫിക്സ് ചെയ്യരുത്, പിടിപ്പിക്കരുത്. അത് കഴിഞ്ഞ് നമ്മൾ ലൈറ്റും ഹോൾഡറും ഇട്ട് കഴിഞ്ഞ് നമുക്ക് പിടിപ്പിക്കാവുള്ളൂ. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ്ങിങ് ലൈറ്റിൻ്റെ പണി കഴിഞ്ഞു. അടിപൊളിയായിട്ട് ഞാനിപ്പോൾ റിസൾട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ ചെയ്തെടുത്ത ഹാങ് ലൈറ്റാണിത്. നമ്മളിപ്പോൾ അകത്തിട്ടിരിക്കുന്ന ബൾബ് ഇച്ചിരി പവർ കുറവാണ്, അതുകൊണ്ടാണ് അത്ര ഇതായിട്ട് നിങ്ങൾ കാണാനായിട്ട് സാധിക്കാത്തത്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മളിപ്പോൾ എടുക്കുന്ന ഫോണിൻ്റെ ക്യാമറയിലാണ്, അപ്പോൾ അതിന് രാത്രിയിൽ അത്ര അങ്ങ് ക്ലാരിറ്റിയിൽ കിട്ടത്തില്ല. എന്നാലും അടിപൊളിയല്ലേ നോക്കിയേ, ഹാങ് ലൈറ്റ് പൊളിയായി. നമ്മൾ സാധാ സ്റ്റാറൊക്കെ ഇടുന്നേക്കാൾ നല്ലത് ഇങ്ങനെ നിങ്ങളൊരു തവണ ചെയ്തിട്ട് നോക്കൂ കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. എങ്കിലാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സീരീസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പ്സിലേക്കും ഷെയർ ചെയ്യാനും, പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു ദിവസം ഇതിലും കിഡിലൻ ഒരു DIY അല്ലെങ്കിൽ ക്രാഫ്റ്റായിട്ട് നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.